വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നവഗ്രഹ ദോഷശാന്തിയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. നവഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയാണ് ഗുണദോഷങ്ങൾ മനസ്സിലാക്കുന്നത്. ഗ്രഹങ്ങൾ ഉചിതമായ സ്ഥാനത്താണെങ്കിൽ സൽഫലവും ദുസ്ഥാനത്താണെങ്കിൽ ദോഷഫലവും അനുഭവിക്കേണ്ടി വരും. സ്ഥാനനിർണയം ചെയ്ത് ഗുണദോഷങ്ങൾ അറിയുന്നതിന് സാധാരണക്കാർക്ക് സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല ജ്യോത്സ്യനെ കൊണ്ട് നോക്കി കാര്യങ്ങൾ ഗ്രഹിക്കാവുന്നതാണ്. പൂർവജന്മത്തിലെ വാസനാ സംസ്കാരാദികളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യനും ജന്മം കിട്ടുക. പൂർവാർജിത സുഹൃത ദുഷ്കൃത കർമ്മങ്ങൾ അനുഭവിക്കുന്നതിനാണ് ജീവൻ അഥവാ ആത്മാവ് ശരീരം സ്വീകരിക്കുന്നത്. ജന്മസമയത്തെ നവഗ്രഹങ്ങളുടെ സ്ഥാനം എങ്ങനെയാണോ അത് നോക്കിയാണ് ജാതകം കുറിക്കുന്നത്. അതനുസരിച്ചാണ് ജ്യോതിഷികൾ ഗ്രഹനില എഴുതുന്നത്. അതിൽ ഓരോ ഗ്രഹവും ഏതേത് സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് പറയും. ആ ഗ്രഹം അവിടെ നിന്നാൽ എന്താണ് ഫലമെന്നും ജ്യോതിഷം അറിയുന്നവർക്ക് മനസ്സിലാകൂ. എല്ലാ ഗ്രഹങ്ങളും നല്ലതോ ചീത്തയോ ആവണമെന്നില്ല. അവയുടെ സ്ഥാനം നോക്കിയാണ് നന്മതിന്മകളെ തിട്ടപ്പെടുത്തുന്നത്. കൂടാതെ ചില ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണ്, ചിലവ ശുഭഗ്രഹങ്ങളാണ്. ചിലവ ബലമുള്ളവയാണെങ്കിൽ ചിലവയ്ക്ക് ബലം കുറവായിരിക്കും. ചില പാപഗ്രഹങ്ങളും ബലക്ഷയമുള്ള ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളോടോ ബലവാന്മാരായിട്ടുള്ള ഗ്രഹങ്ങളോടോ ചേർന്ന് നിന്നാൽ ദോഷം കുറയും. ശുഭഗ്രഹങ്ങൾ ബലവാനായി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്വാത്വിക കാര്യങ്ങളിൽ അഭിരുചി ഉണ്ടാകുന്നതായിരിക്കും. അതനുസരിച്ചുള്ള ഗുണം വ്യക്തിക്ക് കിട്ടുകയും ചെയ്യും. പാപഗ്രഹങ്ങൾക്ക് ബലമാണെങ്കിൽ താമസാഭിരുചി ഏറും. അവർക്ക് ഗുണത്തേക്കാളേറെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ശനി, രാഹു, കേതു എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങൾ ദോഷം ചെയ്യുന്നവയാണ്. ഗ്രഹങ്ങളിൽ ശനിയെപ്പോലെ ദോഷകാരിയായ മറ്റൊരു ഗ്രഹം ഇല്ലെന്ന് തന്നെ പറയാം. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഗുണദോഷങ്ങൾ അറിഞ്ഞ് ദോഷത്തെ പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ദോഷശാന്തി ലഭിക്കുന്നതാണ്. ഏത് കാലത്തായാലും പൊതുവെ ഈശ്വരഭജനം എല്ലാ ദോഷങ്ങളുടെയും കാഠിന്യം കുറയ്ക്കുന്നതാണ്. കർമ്മഫലമനുസരിച്ചുള്ള ദോഷങ്ങൾ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈശ്വരഭജനം ചെയ്തുകൊണ്ടിരുന്നാൽ ഭഗവാൻ അതിൻ്റെ കാഠിന്യം കുറച്ച് എല്ലാ ക്ഷമാപൂർവം സഹിക്കാനുള്ള കെൽപ്പ് തരുന്നതാണ്. ഭഗവാൻ വളരെ ജാഗ്രതയോടെ ഭക്തനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ സദാ ഈശ്വരഭജനം നല്ലതാണ്. ഓരോ ഗ്രഹത്തിലും പ്രത്യേകം അതിദേവതാ സ്ഥാനം ഉണ്ട്. അതിദേവത എന്നാൽ ഒരു ഗ്രഹത്തിൻ്റെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കി സൽഫലങ്ങൾ പ്രദാനം ചെയ്യാൻ ശക്തിയുള്ള ദേവനെയാണ് അതിദേവൻ എന്ന് പറയുന്നത്. ഒരു ഗ്രഹത്തിൻ്റെ ദോഷഫലം ഇല്ലാതാക്കുന്നതിന് ആ ഗ്രഹത്തിൻ്റെ അതിദേവതയെ പ്രസാദിപ്പിച്ചാൽ ഗുണമുണ്ടാകും. അതുകൊണ്ട് ദോഷങ്ങൾ കുറയുകയോ ചിലപ്പോൾ ദോഷശാന്തി ഉണ്ടാകുകയോ ചെയ്യുന്നതാണ്. ഓരോ ഗ്രഹങ്ങളുടെയും അതിദേവതമാർ ആരാണെന്നറിയാൻ നല്ല ഒരു ജ്യോത്സ്യനെ കണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും ദോഷപരിഹാരങ്ങൾ ചിന്തിക്കുന്നതിനും ഇടയാക്കും. സൂര്യൻ്റെ അതിദേവത ശിവനാണ്. ചന്ദ്രൻ്റെ ദേവത ദുർഗയാണ്. ചൊവ്വയ്ക്ക് 2 രാശിയുണ്ട്, ഓജരാശിയും യുഗ്മരാശിയും. 2ൻ്റെ ദേവത 2ആണ്. ഓജരാശിയുടെ ദേവത സുബ്രഹ്മണ്യനാണ്. യുഗ്മരാശിയുടേത് ഭദ്രകാളിയാണ്. ബുധൻ്റെ അതിദേവത വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. അതിൽ പ്രധാനം
കൃഷ്ണനാണ്. പിന്നെ സരസ്വതീ ദേവിയെയും ദേവതയായി പറയുന്നുണ്ട്. വിദ്യയുടെ ദേവതയായ വാണീദേവി ബുധനെ പുഷ്ടിപ്പെടാൻ സഹായിക്കുന്നു. അതിനാൽ ബുധനാഴ്ച വിദ്യയ്ക്ക് നല്ലതായും കണക്കാക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ അതിദേവത വിഷ്ണുവാണ്. വ്യാഴത്തിന് ഗുരു എന്നും പറയുന്നുണ്ട്. ഗുരു ദേവഗുരുവായ ബൃഹസ്പതിയാണ്. അത് ബലമുള്ള ഗ്രഹമാണ്. ആ ഗ്രഹസ്ഥാനം നല്ലതായാൽ വളരെ നല്ലതാണ്. ശുക്രൻ അസുരഗുരുവാണ്. ശുക്രൻ്റെ ദേവത മഹാലക്ഷ്മിയാണ്. ശനിയുടെ ദേവത ശാസ്താവാണ്. രാഹുവിൻ്റെ ദേവത സർപ്പങ്ങളാണ്. കേതുവിൻ്റേത് സർപ്പങ്ങളും ഗണപതിയുമാണ്. ഗ്രഹങ്ങളുടെ നില അനുസരിച്ച് മനുഷ്യൻ പല ദശാസന്ധ്യകൾ തരണം ചെയ്യേണ്ടതുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ദോഷവശങ്ങളും അനുഭവിക്കേണ്ടതുണ്ട്. ആ ദോഷകാലങ്ങളറിഞ്ഞ് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അതിദേവതമാരെ പ്രസന്നരാക്കിയാൽ മതി. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. നവഗ്രഹങ്ങളെ പൂജിക്കുകയും അവരുടെ അതിദേവതമാരെ പൂജിക്കുകയും നവഗ്രഹ സ്തോത്രങ്ങൾ പാരായണം നടത്തുന്നതും ചെയ്യുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.